ക്ലാസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിനെ പറ്റിയാണ്. നമ്മുടെ +2 ചാപ്റ്ററാണത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്, ആക്സസറി ഗ്ലാൻഡ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഈ 4 പോർഷൻസ് വരുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ പെയർ ഓഫ് ടെസ്റ്റിസ്, ടെസ്റ്റിസ് പെയർഡ് സ്ട്രക്ചറാണ്. ദറ്റ് ഈസ് കവേർഡ് ബൈ എ കവറിങ് കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു കവറിങ് കൊണ്ടാണ് ടെസ്റ്റിസ് കവർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് സ്ക്രോട്ടം മെയിൻറ്റെയിൻസ് 2 to 2.5 degrees Celsius നോർമൽ ദാൻ ദ ബോഡി ടെമ്പറേച്ചർ. അതായത് ദാറ്റ് സ്ക്രോട്ടം മെയിൻറ്റെയിൻ ലോ ടെമ്പറേച്ചർ. എന്തിനു വേണ്ടിയാണ് സ്ക്രോട്ടം ഒരു ലോ ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത്? ഫോർ ദ സ്പെർമാറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയാണ് അങ്ങനെ ഒരു ലോ ടെമ്പറേച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെയർ ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. ടെസ്റ്റിസ് ഇത് 3D ആയതുകൊണ്ട് ഇതിവിടെ 2 ടെസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്. ശരിക്കും ടെസ്റ്റിസ് എന്ന് പറയുന്നത് പെയർഡ് സ്ട്രക്ചറാണ്. ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്ക്രോട്ടം പോലെ ഒരു പോർഷൻ കാണാം. ദെൻ ആ സ്ക്രോട്ടം എന്തിനു വേണ്ടിയുള്ളതാണ്? ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദെൻ ടെസ്റ്റിസിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ഈസ് ഓവൽ ഇൻ ഷേപ്പ്, 4 to 5 centimeter in length and 2 to 3 centimeter width. ഇങ്ങനെ വരുന്നൊരു ഒരു സൈസിലാണ് ടെസ്റ്റിസ് വരുന്നത്. ദെൻ ഈച്ച് ടെസ്റ്റിസ് ഒരു ടെസ്റ്റിസിൽ ടെസ്റ്റിസ് ഈസ് ഡിവൈഡഡ് ഇൻ 2. ഒരു ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 250 compartments. ദാറ്റ് ഈസ് നോൺ ആസ് testicular lobules. Testicular lobules ഒരു ടെസ്റ്റിസിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. 250 compartments ഉണ്ടത്. ദെൻ ഈച്ച് testicular lobule that contains 1 to 3 highly coiled structure called Seminiferous tubules. അപ്പോൾ ഒരു ടെസ്റ്റിസിൽ ഒരു 250 compartments ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിലും 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചർ വരും. ദാറ്റ് ഈസ് ദ അതായത് ഇങ്ങനെ കോയിൽ ചെയ്തിട്ട് ഓരോന്നിലും ഉണ്ടാവും. ദാറ്റ് ഈസ് ദ seminiferous tubules. These seminiferous tubules that produce male germ cells and Sertoli cells. അപ്പോൾ എവിടെയാണ് മെയിൽ ജേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിലല്ല, സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും. മെയിൽ ജേം സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് പ്രൊഡ്യൂസ് സ്പേംസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്നും പറയാറുണ്ട്. മെയിൽ ജേം സെൽസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെർട്ടോളി സെൽസ് എന്തിനു വേണ്ടി ഉള്ളതായിരിക്കും? മെയിൽ ജേം സെൽസിന് അല്ലെങ്കിൽ സ്പേംസിന് വേണ്ടുന്ന ന്യൂട്രീഷൻ ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ മെയിൽ ജേം സെൽസ്, ദാറ്റ് ഈസ് ദ സെർട്ടോളി സെൽസ്. ഇനി ലേഡിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ദർ ഇസ് എ സ്പേസ് കോൾഡ് ദാറ്റ് ഈസ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. Interstitial space. Interstitial space there are many blood vessels are seen and also Leydig cells or interstitial cells are seen. ഈ Leydig cells ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ Leydig cells ആണ്. അപ്പോൾ നമ്മളൊരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിസ് ഈസ് എ ഓവൽ ഇൻ ഷേപ്പ്, 4 to 5 centimeter length, 2 to 3 centimeter width portion. ആൻഡ് ടെസ്റ്റിസ് ശരിക്കും കാണുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്. Then and testis is covered by scrotum structure. Scrotum provide low temperature. ആ low temperature എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ ഒരിക്കലും സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പം നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 to 2.5 degree Celsius താത്തി കൊടുത്താൽ മാത്രമേ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അതിന് വേണ്ടിയാണ് സ്ക്രോട്ടം അവിടെ കവർ ചെയ്ത് ഇരിക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഓരോ
ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഓരോ കമ്പാർട്ട്മെൻറ്റിലും 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളൈ സെൽസ്. മെയിൽ ജേം സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ് ആര്? സെർട്ടോളൈ സെൽസ് ആൻഡ് ലേഡി സെൽസ്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്തൊരു സ്പേസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ആൻഡ് ദാറ്റ് സ്പേസ് contains Leydig cells or interstitial cells that provide androgen. Androgen എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആണ്. Then next portion എന്ന് പറയുന്നത് മെയിൽ ആക്സസറി ഡക്റ്റ് ആണ്. ഇനി എന്തൊക്കെ ഡക്റ്റ് ആണ് മെയിൽസിൽ വരുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ല, സ്പേം പ്രൊഡക്ഷൻ വരെയും പറഞ്ഞു. ദെൻ ആക്സസറി, ഇനി ആ സ്പേംസ് വന്നു കഴിഞ്ഞാൽ ഏതിൽ കൂടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ദ പോർഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. റീറ്റഡ് ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ഇങ്ങനെ 4 പോർഷനിലൂടെയാണ് സ്പേംസ് ടെസ്റ്റിസിൽ നിന്നിറങ്ങി പാസ് ചെയ്ത് പോകുന്നത്. റീറ്റഡ് ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. ഇതിലൊക്കെ ഉണ്ടോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണിച്ചിട്ടുണ്ട്. ഒരു ടെസ്റ്റിസ് ആണിത്. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ 250 കമ്പാർട്ട്മെൻറ്റ്സ്. ഇതിപ്പോൾ 250 ഒന്നും കാണിച്ചിട്ടില്ല. 250 കമ്പാർട്ട്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈ 250 കമ്പാർട്ട്മെൻറ്റ്സിൽ 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇനി നമ്മൾ പറയുന്ന ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദ റീറ്റഡ് ടെസ്റ്റിസ് ത്രൂ ദ വാസ എഫറൻഷ്യ. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ഈ കാണുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്ത് പോകുന്ന ഈ സ്പേസ്, ഇതിവിടെ റീറ്റഡ് ടെസ്റ്റിസും ഉണ്ട്, വാസ എഫറൻഷ്യ. ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദ വാസ എഫറൻഷ്യ ത്രൂ ദ റീറ്റഡ് ടെസ്റ്റിസ്. അപ്പോൾ റീറ്റഡ് ടെസ്റ്റിസിലൂടെ വാസ എഫറൻഷ്യയിലേക്ക് എന്ത് ഓപ്പൺ ചെയ്യുന്നു? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഓപ്പൺസ് ഇൻ ടു എപ്പിഡിഡൈമസ്, ദെൻ ഓപ്പൺസ് ഇൻ ടു വാസ് ഡിഫറൻസ്. അതായത് വാസ് ഡിഫറൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എപ്പിഡിഡൈമസ്, അതായത് ഈ എപ്പിഡിഡൈമസും വാസ് ഡിഫറൻസും ടെസ്റ്റിസിന് പുറത്താണ്. പക്ഷേ റീറ്റഡ് ടെസ്റ്റിസും വാസ എഫറൻഷ്യയും ടെസ്റ്റിസിൻ്റെ അകത്താണ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? റീറ്റഡ് ടെസ്റ്റിസിലേക്കാണ്. ദെൻ വാസ എഫറൻഷ്യ, ദെൻ എപ്പിഡിഡൈമസ്, ദെൻ വാസ് ഡിഫറൻസ്. ഇനി പറയുന്ന വാസ് ഡിഫറൻസ് നമുക്ക് നോക്കാം. വാസ് ഡിഫറൻസ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു, അല്ലെങ്കിൽ ദാറ്റ് കളക്ട് സെമിനൽ ഡക്ട് ഫ്രം ദ സെമിനൽ വെസിക്കിൾ. ഈ വാസ് ഡിഫറൻസ് ദാറ്റ് കളക്ട് a duct from the seminal vesicle, that is the ejaculatory duct. അതായത് ഇവിടെ സെമിനൽ വെസിക്കിൾ കണ്ടോ? സെമിനൽ വെസിക്കിളിൽ ഒരു ഡക്റ്റ് വാസ് ഡിഫറൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റ് ഈ വാസ് ഡിഫറൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. വാസ് ഡിഫറൻസ് ആണ് ഈ ലൈനിങ് എന്ന് പറയുന്നത്. അത് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഡക്റ്റായിട്ട്, ഇവിടെ ഒരു ഡക്റ്റ് കാണിക്കുന്നുണ്ട്, ഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ഡക്റ്റിനെയാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത്. ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? ദാറ്റ് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ദ സ്പേംസ് ഫ്രം ദ ടെസ്റ്റിസ് ടു ദ ഔട്ട്സൈഡ് ദ ബോഡി, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ത്രൂ ദ യൂറീത്ര. പുറത്തേക്ക് സ്പേംസിനെ ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുക, ദെൻ ആവശ്യം വരുമ്പോൾ അത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ യുറീത്രൽ മീറ്റേഴ്സ്. യുറീത്രൽ മീറ്റേഴ്സ് എന്ന് വെച്ചാൽ ദ ഓപ്പണിംഗ് ഓഫ് യുറീത്ര. ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് യുറീത്ര ഈസ് നോൺ ആസ് യുറീത്രൽ മീറ്റേഴ്സ്. യുറീത്രൽ മീറ്റേഴ്സ് അതായത് ഈ പെനിസിൻ്റെ ഇവിടെ കൂടിയുള്ള എക്സ്റ്റേണൽ ഓപ്പണിംഗ്, ഈ ഓപ്പണിംഗ് ആണ് യുറീത്രൽ മീറ്റേഴ്സ് എന്ന് പറയുന്നത്, യുറീത്രയുടെ ഓപ്പണിംഗ്. Then next portion is the external genitalia. External genitalia എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന എക്സ്റ്റേണൽ പോർഷൻ എന്താണ്? മെയിൽസിലുള്ള എക്സ്റ്റേണൽ പോർഷൻ എന്ന് പറയുന്നത് പെനിസ്, ഗ്ലാൻസ് പെനിസ്, ഫോർസ്കിൻ. പെനിസ് എന്ന് പറയുന്നത് the external portion is the penis, അല്ലെങ്കിൽ external ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഈസ് ദ
penis, and enlarged end of penis is known as glans penis, and the penis is covered by a loose skin is known as foreskin. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വരുന്നത്. ദെൻ ലാസ്റ്റ് പോർഷൻ ഈസ് ആക്സസറി ഗ്ലാൻസ് ആണ്. ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ സെമിനൽ വെസിക്കിൾ, എ പ്രോസ്ട്രേറ്റ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, 3 ഗ്ലാൻസ് ആണ് മെയിൽസിൽ വരുന്നത് മെയിനായിട്ട്. സെമിനൽ വെസിക്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് പ്രൊഡ്യൂസ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ കണ്ടെയ്ൻസ് എൻസൈംസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്. എ പ്രോസ്ട്രേറ്റ്, അതുപോലെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ദാറ്റ് ഗീവ്സ് ലൂബ്രിക്കേഷൻ ഓഫ് ദ പെനിസ്. പെനിസിൻ്റെ ലൂബ്രിക്കേഷന് സഹായിക്കുന്നതാണ് ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇതിൽ സെമിനൽ വെസിക്കിളും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് പെയർഡ് സ്ട്രക്ചേഴ്സ് ആണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പെയർഡ് സ്ട്രക്ചർ അല്ല. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ ടെസ്റ്റിസ് വരും, ദെൻ ആക്സസറി ഡക്ട്, ആക്സസറി ഗ്ലാൻഡ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ടെസ്റ്റിസ് നമ്മൾ പറഞ്ഞു. ദെൻ ആക്സസറി ഡക്ട് പറയുമ്പോൾ റീറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് വന്നിട്ട്, സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൽ ജേം സെൽസും സെർട്ടോളൈറ്റ് സെൽസും. അതിൽ നിന്ന് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? വാസ എഫറൻഷ്യ ത്രൂ ദ റീറ്റേ ടെസ്റ്റിസ്. ദെൻ എപ്പിഡിഡൈമിസ്, ദെൻ വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിളിൽ ചെല്ലുമ്പോൾ ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ആ ഡക്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? സ്പേംസിനെ സ്റ്റോർ ചെയ്യാനും ഇജാക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. യൂറിത്രൽ മീറ്റസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ യൂറിത്രൽ ഓപ്പണിംഗ് ആണ്. ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് പെനിസ്, ഗ്ലാൻസ് പെനിസ്, ഫോർസ്കിൻ. ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് ആണ്. ദെൻ ലാസ്റ്റ് പോർഷൻ ഈസ് ആക്സസറി ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഗ്ലാൻഡ് മെയിൽസിലുണ്ട്. സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ്, ബൾബോ യൂറിത്രൽ. അതിൽ സെമിനൽ വെസിക്കിളും ബൾബോ യൂറിത്രലും പെയർഡ് സ്ട്രക്ചേഴ്സ് ആണ്. പ്രോസ്ട്രേറ്റ് പെയർഡ് സ്ട്രക്ചറല്ല, നോട്ട് പെയർഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദാറ്റ് കണ്ടെയ്ൻസ് എ പെയർ ഓഫ് ഓവറീസ്, ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും പോർഷൻസ് വരുന്നതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മാമറി ഗ്ലാൻഡ്സ് ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മാമറി ഗ്ലാൻഡ്സും ഇതിൽ വരുന്ന ഒരു പാർട്ടാണ്. ദെൻ നമുക്ക് ഫസ്റ്റ് ഓവറീസ് നോക്കാം. ഓവറീസ് ആർ ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ഫീമെയിൽസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോ ഓവറീസ്, ഇതാണ് 2 ഓവറീസ് ഉണ്ട്. ഫീമെയിൽസിൽ എപ്പോഴും 2 ഓവറീസ് ഉണ്ടാവും. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ ഓരോ ഓവത്തിൽ നിന്ന് ഓരോ മന്തിലും ഓരോ ഓവത്തിൽ നിന്നായിരിക്കും ഓരോ ഓവം മെച്ചുറായിട്ട് വരുന്നത്. ഓവറീസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു യൂട്രസ് ആൻഡ് പെൽവിക് റീജിയൻ ബൈ ലിഗമെന്റ്സ്. ഓവറീസ് എന്ന് പറയുന്നത് അത് യൂട്രസ് ആയിട്ടും പെൽവിക് റീജിയനായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നത് ലിഗമെന്റ്സ് വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് പറയുന്നത് 2 to 4 സെൻറ്റിമീറ്റർ ആണ് ഓവറീസിൻ്റെ സൈസ് പറയുന്നത്. പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ഓവറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ ഈസ് ദ ഓവിഡക്ട്. ഓവിഡക്ട് നോക്കാം. ഓവിഡക്ട് എന്ന് പറയുന്നത് ഇത് ഓവറിയാണ്, ഇതിൻ്റെ അടുത്ത പോർഷനാണ് ഓവിഡക്ട് എന്ന് പറയുന്നത്. ഇതാ ഈ ഓവിഡക്ട് ഓർ ഫെലോപ്പിയൻ ട്യൂബ് എന്നും പറയും. ഓവിഡക്ട് ഹാസ് ഡിവൈഡ് ഇൻ ടു 3 റീജിയൻസ്: infundibulum, ampulla, isthmus. Infundibulum, ampulla, isthmus. Infundibulum that contains, അല്ലെങ്കിൽ that is a funnel like structure ആണ്, or that contain a finger like projections that is known as fimbriae. അതായത് ഇൻഫണ്ടിബിളത്തിൻ്റെ താഴെയായിട്ട് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും, that is fimbriae. ഈ ഫിംബ്രിയെ വെച്ചിട്ടാണ്, ഫിംബ്രിയ ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു ദ ഓവറി. അതായത് എന്തിനു വേണ്ടിയാണ് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലോസ്ലി കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദാറ്റ് കളക്ട് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷൻ കഴിയുമ്പോൾ ഓവത്തിനെ കളക്ട് ചെയ്തെടുക്കുന്നത് ഈ ഫിംബ്രിയ സ്ട്രക്ചർ വെച്ചിട്ടാണ്. ദെൻ ആംപ്യൂള ഈസ് ദ വൈഡർ റീജിയൻ ആൻഡ് ഇസ്തമസ് ഈസ് എ നാരോ റീജിയൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓവം റിലീസ് ചെയ്തു, ഫിംബ്രിയെ കളക്ട് ചെയ്തു, ആ ഓവം ഇൻഫണ്ടിബുലം വഴി ആംപ്യൂള വഴി ഇസ്തമസിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഇത് സ്പേംസ് ഇതിലേക്ക് കൂടി എൻ്റർ ചെയ്ത് ഇങ്ങനെ വരും, ഓവം ഇതിലേക്ക് കൂടി എൻ്റർ ചെയ്ത് ഇവിടെ വരും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് പറയുന്നത് യൂട്രസിൽ വെച്ചിട്ടല്ല, ആംപില്ലറി ഇസ്തമിക് ജംഗ്ഷൻ, ഏകദേശം ഈ ഒരു ജംഗ്ഷനിലായിട്ട്, അതായത്
ampullary, isthmic junction. ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഓവിഡക്റ്റിന് 3 റീജിയൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫണ്ടിബുലം, ആംപ്യൂള, ഇസ്തമസ് റീജിയൻ. ഇൻഫണ്ടിബുലത്തിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ഫിംബ്രിയെ. ദെൻ ആംപ്യൂള ഈസ് ദ വൈഡർ റീജിയൻ ആൻഡ് ഇസ്തമസ് ഈസ് ദ നാരോ റീജിയൻ. ഇനി നമുക്ക് യൂട്രസിലേക്ക് പോകാം. അപ്പോൾ യൂട്രസ്, അപ്പോൾ നമ്മുടെ ഓവറി കഴിഞ്ഞു, ഓവറി കഴിഞ്ഞ് പിന്നെ ഓവിഡക്റ്റ് കഴിഞ്ഞു, ദെൻ പോർഷൻ വരുന്നത് യൂട്രസ് ആണ്. യൂട്രസ് ഈസ് എ worm. The uterus is also known as worm. Inverted pear like structure ആണ് യൂട്രസ് എന്ന് പറയുന്നത്. കണ്ടോ, യൂട്രസ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് പിയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതുപോലെ യൂട്രസ് കഴിഞ്ഞിട്ട് എന്തെന്ന് വരുന്നു? സെർവിക്സ് വരുന്നു, വജൈന പോർഷൻ വരുന്നു. സെർവിക്സ് അല്ലെങ്കിൽ ദ കാവിറ്റി ഓഫ് ദി സെർവിക്സ് ഈസ് നോൺ ആസ് സെർവിക്കൽ കനാൽ. ഇവിടെ ഒരു സെർവിക്കൽ കനാൽ വരുന്നുണ്ട്, important ആണ് cervical canal. The cavity of the cervix is known as cervical canal. The cervical canal along with the vagina is known as the birth canal. അതായത് ഒരു ഡെലിവറി നടക്കുന്നത് ഈ കനാൽ വഴിയാണ്, അതിനാണ് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രസിന് എന്ത് ഷേപ്പാണ്? ഇൻവേർട്ടഡ് പിയർ ഷേപ്പാണ്. എന്താണ് അതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത്? വാം ലൈക്ക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സെർവിക്സ് ഉണ്ട്, വജൈന പോർഷൻ ഉണ്ട്. ദെൻ പിന്നെ ഉള്ളത് next portion is the uterus have 3 layers. 3 layers ഉണ്ട്. perimetrium, myometrium, endometrium. The external layer is perimetrium, then myometrium, then endometrium. External layer longitudinal fibers, അതായത് membranous layer ആണ് outer layer എന്ന് പറയുന്നത്. അകത്തുള്ളത് myometrium ആണ്. myometrium എന്ന് പറയുമ്പോഴത്തേക്കും തിക്കാണ്, പക്ഷേ സ്മൂത്ത് മസിൽസ് ഉള്ള ലെയേഴ്സ് ആണ് മിയോമെട്രി എന്ന് പറയുന്നത്. എൻഡോമെട്രി എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ്. ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രാനുലോസ ലെയർ ഓഫ് സെൽസ്. അപ്പം മിയോമെട്രിയത്തിലുള്ളത് സ്മൂത്ത് മസിൽസ്, ഇതിൽ ഗ്രാനുലോസ സെൽസ്. ഇനി ഈ മിയോമെട്രിയത്തിലാണ് എന്ത് നടക്കുന്നത്? സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ സൈക്ലിക് ചേഞ്ചസ് ഒക്കെ നടക്കുന്നത് മിയോമെട്രിയത്തിലാണ്. എൻഡോമെട്രിയത്തിലാണ് എന്ത് നടക്കുന്നത്? കോൺട്രാക്ഷൻസ് ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ദ ബേബി. സ്ട്രോങ് കോൺട്രാക്ഷൻ നടക്കുന്ന ഒരു ലെയറാണ് എൻഡോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് യൂട്രസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഈസ് ദ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്സൈഡ് ദ അബ്ഡോമൻ അല്ലെങ്കിൽ പുറമേ കാണുന്ന ഭാഗമാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. ഇത്രയും പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. വാട്ട് ഈസ് മോൺ പ്യൂബിസ്? ഫാറ്റി ടിഷ്യൂസ് വിത്ത് ഹെയർസ്. ഹെയർസ് കാണുന്ന ഭാഗം ഫാറ്റി ടിഷ്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ദ മോൺസ് പ്യൂബിസ്. ലേബിയ മെജോറ എന്ന് പറയുന്നത് ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ സറൗണ്ട് ദ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിൻ്റെ പുറമേ കാണുന്നതാണ് ലേബിയ മെജോറ. ലേബിയ മൈനോറ എന്ന് പറയുമ്പോൾ പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂ ദാറ്റ് സീൻ ബിലോ ദ ലേബിയ മെജോറ. ലേബിയ മെജോറയുടെ തൊട്ട് താഴെ കാണുന്നതാണ് ലേബിയ മൈനോറ. ദാറ്റ് ഈസ് ദ പെയർഡ് സ്ട്രക്ചർ ആണ്. ഹൈമൻ എന്ന് പറയുമ്പോൾ വജൈന പോർഷനെ കവർ ചെയ്തിട്ടുള്ളൊരു മെംബ്രേനിയസ് ലെയർ ആണ്. ദ മെംബ്രേനിയസ് ലെയർ ദാറ്റ് കവേർഡ് ദ വജൈനൽ പോർഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ഹൈമൻ. ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു പ്രൊജക്റ്റഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് സീൻ എബവ് ദ ലേബിയ മൈനോറ എന്നും പറയാം, ലേബിയ മൈനോറ എന്നും പറയാം, ഓർ യുറീത്രൽ ഓപ്പണിംഗ്. യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ ജസ്റ്റ് എബോവ് പോർഷനിലായിട്ട് നിൽക്കുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷൻ. ദെൻ ലാസ്റ്റ് പോർഷൻ ഈസ് മാമറി ഗ്ലാൻസ്. മാമറി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു മിൽക്ക് എജക്ഷൻ വരുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മാമറി ഗ്ലാൻസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ ഓർ ഫാറ്റി ടിഷ്യൂ കൊണ്ടാണ് മാമറി ഗ്ലാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്.
Glandular tissue is divided into 15 to 20 mammary lobes. That mammary lobes contains alveoli cells. The milk producing these cells. ഈ alveoli cells ആണ് milk produce ചെയ്യുന്നത്. ഈ alveoli cells അല്ലെങ്കിൽ that milk is stored in the alveolar cavity. Cavity store ചെയ്യുന്നു alveolar cavity. Then alveolar cavity opens into the mammary tubules. Then mammary tubules are connected to mammary duct. Mammary duct are connected to mammary ampulla. And ampulla last opens into the lactiferous duct. Lactiferous duct വഴിയാണ് the milk ejected out. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാറിപ്പോകരുത്. ഓരോന്ന് ഓപ്പൺ ചെയ്യുന്നത് എന്ത് സ്ട്രക്ചറിലേക്കാണെന്നുള്ളത് മാറിപ്പോകാൻ പാടില്ല. മാമറി ഗ്ലാൻസ് ഗ്ലാൻഡുലർ ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എത്ര എണ്ണം ഡിവൈഡ് ചെയ്യുന്നു? 15 to 20 മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ആൽവിയോളാർ സെൽസ് ഉണ്ട്. ആൽവിയോളാർ സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മിൽക്ക് എവിടെ സ്റ്റോർ ചെയ്യുന്നു? ആൽവിയോളാർ ക്യാവിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആൽവിയോളാർ ക്യാവിറ്റി എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? ട്യൂബ്യൂൾസ്. ദെൻ ഡക്ട്. Then ampulla. Then last portion is lactiferous duct. അവിടെ നിന്നാണ് മിൽക്ക് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ലാക്ടിഫറസ് ഡക്ട്, ആംബ്യൂള, ഡക്റ്റ്, ലോബ്, നിപ്പിൾ, ഏരിയോള. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. ഓവറീസ് വന്നു, ഓവിഡക്റ്റ് വന്നു, ദെൻ ഗ്ലാൻഡുലർ ടിഷ്യൂ അതായത് മാമറി ഗ്ലാൻഡ്സ് വന്നു, ദെൻ യൂട്രസ് വന്നു. ഇത്രയും പോർഷൻസ് ആണ് ഫീമെയിൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇൻ മെയിൽസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെയിൽസ് ടെസ്റ്റിസ് ആർ കൺഫൈൻഡ് ടു ദി സ്ക്രോട്ടൽ സാക്സ് ബിക്കോസ്. ടെസ്റ്റിസ് എന്തിനാണ് സ്ക്രോട്ടൽ സാക്സിൽ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, സ്ക്രോട്ടൽ സാക്സ് പ്രൊവൈഡ് സ്യൂട്ടബിൾ ഫാക്ടേഴ്സ് ടു ആക്റ്റീവ് സ്പെർം. Second option, testis in the abdomen will hamper maturation of sperms. Third, provides temperature that is slightly lower than the body temperature required for the formation of function of sperms. D, it helps in ejaculation. 4 ഓപ്ഷൻ ആണുള്ളത്. 4 ഓപ്ഷനിൽ എന്തിനാണ് സ്ക്രോട്ടം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? It provides temperature that is slightly lower than the body temperature required for the formation of functional sperms. Correct answer is option C ആണ്. Second one, select the wrong statement from the following. First option, ovaries are the primary sex organs in a female. അത് wrong ആണോ? അത് correct ആണ്. Spermatogenesis starts at the age of puberty due to the stimulation of GnRH. സ്പെർമാറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് പ്യൂബർട്ടി സ്റ്റേജിൽ മാത്രമാണ്. GnRHൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. C option, the fertilization in human take place in the uterus. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് യൂട്രസിലാണോ? അല്ല, ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് കൂടി നമുക്ക് നോക്കാം, ഡി ഓപ്ഷൻ കൂടി നോക്കാം. മാമറി ഗ്ലാൻഡ്സ് ഡിഫറൻഷിയേറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് സെക്രേറ്റ് മിൽക്ക് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്തിന് ശേഷം മാത്രമാണ് മാമറി ഗ്ലാൻഡ്സ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ, ഈ ക്വസ്റ്റ്യനിൽ റോങ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. Then third question, which of the following structures in female is homologous to male glans penis? അതായത് മെയിൽ ഗ്ലാൻസ് പെൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽസിലുള്ള ഒരു സ്ട്രക്ചർ ഏതാണ്? ക്ലിറ്റോറിസ്, ലെബിയ മൈനോറ, ലെബിയ മെജോറ, ബോത്ത് ബി ആൻഡ് സി. ഇതിൽ ഏത് സ്ട്രക്ചറാണ് മെയിൽസിലും ഫീമെയിൽസിലും ഏകദേശം ഈക്വൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഗ്ലാൻസ് പെനിസിന് ഈക്വൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ക്ലിറ്റോറിസ് ആണ്. ക്ലിറ്റോറിസ് എന്ത് സ്ട്രക്ചർ ആയിരുന്നു? ദാറ്റ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ദാറ്റ് ഈസ് സീൻ എബോവ് ദ യുറീത്രൽ ഓപ്പണിംഗ് ഓർ ലേബിയ മൈനോറ. Fourth question, the part of the fallopian tube nearer to the ovary. ഓവറിക്ക് ഏറ്റവും അടുത്തുള്ള ഫലോപ്പിയൻ ട്യൂബിലെ സ്ട്രക്ചർ ഏതാണ്? ഫസ്റ്റ് വൺ, ഇൻഫണ്ടിബുലം, മെസോവേറിയം, ഇസ്തമസ്, ആംപ്യൂള. ഏത് സ്ട്രക്ചറാണ്? ഇൻഫണ്ടിബുലമാണ്, നിയറർ ടു ദ ഓവറി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the cells responsible for nourishing the developing sperm are. ഏത് സെൽസ് ആണ് നറിഷിംഗ് കൊടുക്കുന്നത് മെയിൽ ജേം സെൽസിന് അല്ലെങ്കിൽ മെയിൽ ജേം സെൽസിന് നറിഷിംഗ് കൊടുക്കുന്നത്? ഓപ്ഷൻ എ ഗ്രാനുലോസ സെൽസ്, ലേഡിക് സെൽസ്, സോട്ടോളൈ സെൽസ്,
തീക്ക interna. ഏത് സെൽസ് ആണ്? Sertoli cells. Option C ആണ് ആൻസർ. Sertoli cells that give nutrition to the male germ cells. Next question, sixth one, male accessory ducts include. Accessory duct ഏതൊക്കെ നമ്മൾ പഠിച്ചു? Retestis, vas afferentia, epididymis and vas deferens. നമുക്ക് നോക്കാം. Vas afferentia, vas deferens, retestis, epididymis and urethral meatus. The correct options are A, C, D, E. അതായത് A, C, D, E. ഇതാണോ? യൂറിത്രൽ മീറ്റസ് ശരിക്കും ആക്സസറി ഡക്റ്റിൽ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? വാസ് എഫറൻഷ്യ, വാസ് ഡിഫറൻസ്, റീറ്റേറ്റസ്റ്റിസ്, എപ്പിഡിഡൈമിസ്. ഈ 4 സ്ട്രക്ചറാണ് നമ്മുടെ ആക്സസറി ഡക്റ്റിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. A, B, C, D. Last question is, fusion of egg and sperm and the formation of zygote in humans take place in. Fusion of egg and sperm and the formation of zygote. അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓവറി, വജൈന, യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്. ഇതിൽ എവിടെ വെച്ചിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് സ്പേമും ഓവം നടക്കുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ഫലോപ്പിയൻ ട്യൂബ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ച പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.